വാ തുറന്നാൽ കൊടും വർഗീയതയും വിദ്വേഷവും വിളമ്പുന്ന പി.സി. ജോർജിന് ജയിലിൽ പോയിട്ടും തരിമ്പും മാറ്റമില്ലെന്നാണ് പാലാ പ്രസംഗം തെളിയിക്കുന്നത്. ചാനൽ ചർച്ചയ്ക്കിടയിൽ നടത്തിയ വർഗീയ പരാമർശങ്ങളുടെ പേരിൽ റിമാൻഡിലായ ജോർജിന് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന വ്യവസ്ഥയിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ കോടതി ഉത്തരവിലെ മഷിയുണങ്ങും മുമ്പ് ജോർജ് വീണ്ടും നാവുകൊണ്ട് നരമേധം തുടരുകയാണ്. മീനച്ചിൽ താലൂക്കിൽ 400 പെൺകുട്ടികളെ ലവ് ജിഹാദിന് വിധേയരാക്കി എന്നാണ് ജോർജിന്റെ പുതിയ നുണ. ആരെന്നോ എവിടെയെന്നോ പറയാതെ ക്രൈസ്തവ പുരോഹിതരും ജനപ്രതിനിധികളും വിശ്വാസികളും ഉൾപ്പെടെ സന്നിഹിതരായ ലഹരി വിരുദ്ധ യോഗത്തിലാണ് മുസ്ലിം വിദ്വേഷ പ്രചാരണത്തിനു വേണ്ടി ജോർജ് ലവ് ജിഹാദ് എന്ന സാങ്കല്പിക കഥ പറഞ്ഞത്. കഴിഞ്ഞ കുറെ കാലമായി രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ കേന്ദ്രങ്ങൾ ആഖ്യാനം നൽകി വരുന്ന തിരക്കഥ ജോർജ് വീണ്ടും ആവർത്തിച്ചു എന്നതിനപ്പുറം പാലാ പ്രസംഗത്തിൽ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് നിസ്സാരമാക്കാനാകില്ല. വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി മാത്രമാണ് ജോർജ് ഇത്തരത്തിൽ വിദ്വേഷം പറയുന്നതെന്ന് കരുതാനും ആവില്ല. ജോർജിന്റെ നുണബോംബ് നിമിഷനേരം കൊണ്ട് ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ സംഘപരിവാറിന് ഒരു മടിയുമുണ്ടായില്ല. ഗുജറാത്ത് സമാചാർ ഉൾപ്പെടെയുള്ള വലതുമാധ്യമങ്ങൾ ജോർജിന്റെ വാക്കും ദൃശ്യങ്ങളും ഒരു പകൽ മുഴുനീളെ ആഘോഷിച്ചു. ലവ് ജിഹാദ് എന്ന് മാത്രം തലക്കെട്ട് നൽകിയാൽ വായനക്കാരും കാഴ്ചക്കാരും 10 മടങ്ങ് കൂടുമെന്നതിൽ ഊന്നിയാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെ കണ്ണ്. എന്തായാലും ജോർജിന്റെ പരാമർശം ദേശീയ തലത്തിൽ കേരളത്തെ വീണ്ടും അപമാനിക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. നേരത്തെ കേരള സ്റ്റോറി എന്ന സിനിമയുടെ പിറകിലെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. 3000-ലേറെ പെൺകുട്ടികളെ ലവ് ജിഹാദിന് വിധേയരാക്കി എന്നാണ് ആ സിനിമ തട്ടിവിട്ടത്. 3000 പോയിട്ട് 3 പേരുടെ വിവരങ്ങൾ പോലും വസ്തുതാന്വേഷണത്തിൽ ആർക്കും കണ്ടെത്താനായില്ല. സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ദേശീയ മാധ്യമങ്ങൾ ദിവസങ്ങളോളം കേരളത്തിലെ ലവ് ജിഹാദ് ചർച്ചയാക്കി. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് വലതുമാധ്യമങ്ങളും സംഘപരിവാർ ആശയ പ്രചാരകരും ലക്ഷ്യമിടുന്നത്. 2020 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്സഭയിൽ രേഖാമൂലം മറുപടി പറഞ്ഞതാണ് ലവ് ജിഹാദ് എന്ന ആരോപണത്തിന് തരിമ്പും തെളിവില്ലെന്ന്. പിന്നീട് രാജ്യത്തെ പരമോന്നത കോടതിയും ലവ് ജിഹാദില്ലെന്ന് വിധിന്യായത്തിലൂടെ സുവ്യക്തമാക്കി. എന്നാൽ വസ്തുതകളെയും തെളിവാധാരമാക്കിയുള്ള കണ്ടെത്തലുകളെയും നിഷ്കരുണം തള്ളിക്കളഞ്ഞ് വ്യാജവാർത്തകളിലും വർഗീയ പ്രചാരണങ്ങളിലും അഭിരമിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോഴും ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജോർജിന്റെ പരാമർശത്തോളം അമ്പരപ്പിക്കുന്നതാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഒളിച്ചുകളി. വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുമെന്ന് നാഴികക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന കേരളത്തിലാണ് ജോർജിനെ പോലെ ഒരാൾ നിരന്തരം ഇவ்விധമുള്ള ഭത്സനം തുടരുന്നത്. അതിനെ വിലക്കാനോ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കാനോ പോലീസിന് കഴിയുന്നില്ല എന്നത് ഖേദകരമാണ്. പാലാ പ്രസംഗം കഴിഞ്ഞ് പരാതികൾ പ്രവഹിച്ചിട്ടും കേസെടുക്കാൻ പോലീസ് മടിച്ചു നിന്നതിൻ്റെ കാരണം എന്താണ്? ഇത്രയും പരസ്യമായി വർഗീയ വിദ്വേഷ വ്യാജ പരാമർശം നടത്തിയ സംഭവത്തിൽ ആരുടെ നിയമോപദേശത്തിനാണ് കേരള പോലീസ് കാത്തുനിന്നത്? നിരന്തരം മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണവും വ്യാജ നിർമ്മിതികളും പടച്ചുവിടുന്ന പി.സി. ജോർജിനെ നിയമത്തിന്റെ വഴിയിൽ തളയ്ക്കാൻ കേരളത്തിൽ ആരുമില്ലെന്ന് സ്ഥിതി ആശ്വാസ്യമല്ല. ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷവും ജോർജിന്റെ വിഷവാക്കുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? ആരെയാണ് ഇവരൊക്കെ ഭയക്കുന്നത്? മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ഭൂമികയിലെ സമുദായ സ്വാധീനത്തെ മുന്നിൽ കണ്ടാണ് ഇത്തരം മൗനമെങ്കിൽ മതേതര കേരളത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. അതേസമയം ജോർജിന്റെ വ്യാജ പ്രചാരണത്തെ പിന്തുണച്ചുകൊണ്ട് KCBC ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ രംഗത്ത് വരുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ജോർജ് നടത്തിയ പരാമർശം ലഹരിക്കെതിരായതാണെന്നും മതവിദ്വേഷം വളർത്തുന്ന ഒന്നും അതിലില്ലെന്നുമാണ് KCBCയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയ്ക്ക് കഴിയുമോ? പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത ലഹരി വിരുദ്ധ സമിതിയുടെ യോഗത്തിലാണ് ജോർജ് ലവ് ജിഹാദിലൂടെ നിരവധി പെൺകുട്ടികളെ സമുദായത്തിന് നഷ്ടമായെന്ന് വിളിച്ചു പറഞ്ഞത്. ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമില്ലെന്ന് പറയുന്ന KCBCക്ക് ലവ് ജിഹാദിലൂടെ ഇത്രയും പെൺകുട്ടികളെ നഷ്ടമായി എന്ന് പറഞ്ഞത് അപരമത വിദ്വേഷത്തിനല്ലെന്ന് പറയാനാകുമോ? ഇത്രയും അഭിമന്യരായ സദസ്സിനു മുന്നിൽ നുണ പറഞ്ഞ ജോർജിനെ തിരുത്തുകയായിരുന്നു KCBC ചെയ്യേണ്ടിയിരുന്നത്. നുണയും വ്യാജ നിർമ്മിതികളും തരം പോലെ ഇറക്കി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഇത്തരം ക്രിമിനൽ മനസ്സുള്ളവരെ തള്ളിപ്പറയാനാണ് നാടിൻ്റെ നന്മയും സമാധാനവും ആഗ്രഹിക്കുന്നവർ എക്കാലത്തും തയ്യാറാവേണ്ടത്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയ നിറമോ നോക്കരുത്. 40 വർഷത്തോളം പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള പി.സി. ജോർജ് പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത കാണിക്കുന്നില്ലെന്ന് ഹൈക്കോടതി ദിവസങ്ങൾക്ക് മുമ്പ് വിമർശിച്ചിരുന്നു. ജോർജിന്റെ നടപടി കേരളീയ സമൂഹത്തോട് മാത്രമല്ല ഉന്നത നീതിപീഠത്തോടുമുള്ള കടുത്ത വെല്ലുവിളിയാണ്.
നാടിൻ്റെ സമാധാന ജീവിതത്തിന് വിദ്വേഷവാക്കുകൾ കൊണ്ട് ജോർജ് ഏൽപ്പിക്കുന്ന പ്രഹരം ചെറുതല്ല. ജോർജിന്റെ അബദ്ധ സഞ്ചാരത്തെ അവഗണിച്ചു തള്ളുകയല്ല, നിയമത്തിന്റെ വഴിയിൽ കർശനമായി നേരിടുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിന് കാലതാമസം വരുത്തുകയോ മനഃപൂർവ്വ വീഴ്ചകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് മതേതര കേരളത്തിനോടുള്ള മാപ്പർഹിക്കാത്ത അപരാധമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്.